ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ തമ്പുനയിൽ കണ്ടതുപോലെ തന്നെ ജിഫി റൂട്ടഡ് പ്ലാന്റ് നടുന്ന രീതിയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. നമ്മൾ കഴിഞ്ഞ ആഴ്ച എടുത്ത ഓർഡറുകളെല്ലാം തന്നെ ഇന്നലെ അയച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് കേട്ടോ നമ്മൾ അയക്കാനെടുത്ത പ്ലാന്റുകൾ. 10 എണ്ണത്തിൻ്റെ കോംബോ ആണല്ലോ നമ്മൾ വീഡിയോ ഇട്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ ഓർഡറുകളാണ് കേട്ടോ നമ്മൾ അയക്കുന്നത്. DTDC ത്രൂ ആണ് നമ്മൾ അയച്ചിരിക്കുന്നത്. സ്പീഡ് പോസ്റ്റ് പറഞ്ഞവർക്ക് ഈ ആഴ്ച ഉണ്ടാവില്ല, അടുത്ത ആഴ്ച ആയിരിക്കും കേട്ടോ ഉണ്ടാവുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മൾ അയക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ച പ്ലാന്റുകൾ. ഈ ഒരു സൈസ് പ്ലാന്റ് ആയിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ കിട്ടുക കേട്ടോ. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് നടുന്നതെന്നുള്ളതിൻ്റെ വീഡിയോ ഒന്ന് കണ്ടാലോ? നമ്മൾ ഇതുപോലൊരു പോട്ടിൽ മണ്ണെടുക്കുമ്പോൾ എപ്പോഴും 75% മാത്രമേ എടുക്കാവുള്ളൂ കേട്ടോ. ചട്ടി അങ്ങ് ഫില്ലായി നിൽക്കുന്നത് പോലെ നമ്മൾ പോട്ട് മിക്സ് എടുക്കരുത്. ഇതിലിപ്പോൾ പോട്ട് മിക്സ് എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാ മണ്ണ് കേട്ടോ, ഗാർഡൻ സോയിലും കൊക്കോപ്പീറ്റ് വേണ്ട. നമുക്ക് ചകിരി കമ്പോസ്റ്റ് ഉണ്ടെങ്കിൽ കുറച്ച് ആഡ് ചെയ്യാം, വളരെ കുറച്ചാണ് കേട്ടോ. നമുക്കിപ്പോൾ മഴക്കാലമൊക്കെ ആയതുകൊണ്ട് അധികം അത് ഇല്ലെന്ന് വെച്ചാലും കുഴപ്പമൊന്നുമില്ല. ഗാർഡൻ സോയിലും മണലുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് മണലും കൂടെ ആഡ് ചെയ്യാം കേട്ടോ. പിന്നെ പെർലൈറ്റ് ഉണ്ടെങ്കിൽ അതിടാം. പെർലൈറ്റ് ഇടുന്നത് ഒരു പരിധി വരെ ഇപ്പോഴത്തെ ഒരു ക്ലൈമറ്റിന് നല്ലതായിരിക്കും. കാരണം വാട്ടർ കണ്ടൻറ്റൊക്കെ കൂടുതലുണ്ടെങ്കിൽ പെർലൈറ്റ് ഇടുന്നത് കൊണ്ട് നമുക്ക് നല്ലതാണ്. പിന്നെ നമുക്ക് ഇതുപോലെ തന്നെ ജിഫി പ്ലാന്റ് നമ്മളെടുത്തിട്ട് ഇങ്ങനെ നടുമ്പോൾ നമ്മളൊരു 10% നമ്മൾ പ്ലാന്റ് ജിഫി പുറത്തേക്ക് തന്നെ കാണുന്ന രീതിയിൽ വേണം കേട്ടോ നടാനുള്ളത്. ഇതുപോലെ നല്ല റൂട്ടായിട്ടുള്ള പ്ലാന്റ് ആയിരിക്കും നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നത്. നിങ്ങൾ ജിഫി ഓപ്പൺ ചെയ്തിട്ട് നടുന്നതിനോട് എനിക്ക് യോജിപ്പില്ല കേട്ടോ. അത് പെട്ടെന്ന് ചീത്തയായി പോകുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എൻ്റെ പേഴ്സണലി എൻ്റെ ഒരു ഒപ്പീനിയനാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾ ജിഫി പ്ലാന്റ് കിട്ടുമ്പോൾ നടുക. ഇത്ര ഒരു പോർഷൻ പുറത്തേക്ക് വെച്ചിട്ട് വേണം കേട്ടോ പ്ലാന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. ഇല്ലെങ്കിൽ നമ്മൾ ഈ മണ്ണ് ജിഫിയുടെ മേത്തൂടെ വീണ് കഴിഞ്ഞാൽ പെട്ടെന്ന് ചീഞ്ഞു പോകുന്നതായിട്ട് കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒന്ന് ശ്രദ്ധിക്കാം. പിന്നെ നമ്മൾ നട്ടതിന് ശേഷം സാഫ് നമ്മൾ കൊടുക്കണം കേട്ടോ. സാഫ് അറിയാത്തവരുണ്ടോ? ഇതാണ് കേട്ടോ സാഫ് എന്ന് പറയുന്നത്. ഇതൊക്കെ എല്ലാവർക്കും അറിയാമായിരിക്കും അല്ലേ? അപ്പോൾ നമ്മളിത് നന്നായിട്ട് ഡൈല്യൂട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ചുവട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കണേ. കുറച്ച് നമുക്ക് നന്നായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ആദ്യമായിട്ട് നടുന്നതല്ലേ, അന്നേരം കുറച്ച് മണ്ണൊക്കെ നനയുന്ന രീതിയിൽ ജിഫിയുടെ ആ ഒരു പെല്ലറ്റൊക്കെ നനയുന്ന രീതിയിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതുപോലെ മുകളിലേക്കൊക്കെ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഒരു 2-3 ദിവസം നല്ല തണലത്തേക്ക് വയ്ക്കുക. ഇപ്പം പിന്നെ വെയിൽ അധികം കുറവാണല്ലോ, എന്നാലും നല്ല തണലത്തേക്കൊന്ന് സൂക്ഷിക്കുക. റൂട്ട് നമുക്ക് ആ ജിഫിയിലെ റൂട്ട് മണ്ണിലേക്ക് പിടിക്കാനൊരു 1 വീക്കൊക്കെ എടുക്കും കേട്ടോ. അന്നേരം അങ്ങനെ സൂക്ഷിച്ച് വെക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെ തന്നെ നട്ട് വെച്ചിരിക്കുന്ന പ്ലാന്റുകളാണ് കേട്ടോ ഇതൊക്കെ തന്നെ. ഞാൻ മദർ പ്ലാന്റ് ആക്കാൻ വെക്കുന്നതും അയക്കാൻ എടുക്കുന്നതും ഒക്കെ ജിഫി പ്ലാന്റ് തന്നെയാണ്. നമ്മൾ പ്ലാന്റ് അയക്കാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്യുമ്പോൾ അതിലേറ്റവും ചെറിയ പ്ലാന്റ് അയച്ച് കഴിഞ്ഞതിന് ശേഷം ബാലൻസ് വരുന്ന ചെറിയ പ്ലാന്റുകളൊക്കെ ആയിരിക്കും കേട്ടോ ഞാനിതുപോലെ ചട്ടിയിൽ വെച്ച് കൊടുക്കാം. അതൊക്കെ ഒരു 2 വീക്ക് ആകുമ്പോൾ തന്നെ ഇതുപോലെ തന്നെ നല്ല വലിയ പ്ലാന്റ് ആയിട്ടുണ്ടാകും കേട്ടോ. പിന്നെ ഇതിന് കുറച്ച് വളങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഞാൻ അടുത്തൊരു വീഡിയോയിൽ ഷെയർ ചെയ്യാം കേട്ടോ, അല്ലെങ്കിൽ വീഡിയോയ്ക്ക് കുറച്ച് ലെങ്തായി പോവും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് അതൊക്കെ നമ്മളിത് അതുപോലെ തന്നെ നട്ട് ഒരു 1 മന്തൊന്നും ആയ പ്ലാന്റുകളെല്ലാം. പിന്നെ ഇത് നമ്മൾ ഇനി നമുക്ക് അയക്കാൻ വേണ്ടിയിട്ട് പ്ലാന്റ് ഉണ്ടോ എന്ന് ചോദിച്ച് വരുന്നുണ്ട് കേട്ടോ ആൾക്കാർ. അപ്പോൾ നമ്മൾ അടുത്ത സെക്ഷൻ നമ്മൾ റെഡി ആക്കുന്നുണ്ട്. അപ്പോൾ ആവശ്യക്കാർക്ക് വേണമെങ്കിൽ ഓർഡർ ചെയ്യാം കേട്ടോ. അപ്പോൾ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.